ഇന്നലെ ജാതിമത ഭേദമന്യേ എല്ലാവരും തിരുവോണം ആഘോഷിച്ചു. അതുപോലെ തന്നെ അതിലും ശക്തമായിട്ടാണ് ഇന്നിപ്പോൾ നബിദിനം ആഘോഷിച്ചിരിക്കുന്നത്. എല്ലാ നാട്ടിലും ഒരേ കണക്കിന് പങ്കെടുത്തത് ഇവിടെ മാത്രമേ ഉള്ളൂ. വർഗീയത, മതസ്പർദ്ധ ഈ രണ്ട് വാക്കുകളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമാണ് കണ്ടുവരുന്നത്. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ മതസൗഹാർദ്ദമാണ് നടന്നു വരുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് മുടപുരത്ത് തെന്നൂർക്കുളം പ്രദേശ് നടത്തിയ ഓണാഘോഷവും നബിദിനാഘോഷവും. ഇവിടെ ഒരുമിച്ച് മതസൗഹാർദ്ദപരമായിട്ട് ജാതി മത ഭേദമന്യേ നടത്തിയ ഈ ആഘോഷത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നമ്മുടെ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു ക്ലബ്ബ് നടത്തിവരുന്ന ആഘോഷ പരിപാടികൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. നബിദിനവും തിരുവോണവും ഒരുമിച്ചെത്തിയ വേളയിൽ ജാതിമത ഭേദമന്യേ ഇവർ നടത്തിയ ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടിയത്. ഏറെ വർഷങ്ങളായി തെന്നൂർക്കുളം പ്രദേശ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. എല്ലാ ആഘോഷങ്ങൾക്കും ഇവർ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇവിടെ ജാതിയില്ല, മതമില്ല, മനുഷ്യൻ മാത്രമാണ് ഉള്ളതെന്ന് കാട്ടിത്തരുന്നു. തിരുവോണവും നബിദിനവും ഒരേ ദിവസം വന്നതോടെ മറ്റൊരാലോചനയ്ക്ക് അവർ നിന്നില്ല. തിരുവോണ ദിവസം ഗംഭീരമായി ഓണം ആഘോഷിച്ചു. അടുത്ത ദിവസം നബിദിന ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു. നാട്ടുകാരെല്ലാം ഒന്നിച്ചു കൂടിയതോടുകൂടി ആഘോഷത്തിന് ഇരട്ടി മധുരമായി. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹാപ്പി ഓണവും ഹാപ്പി നബിദിനാശംസകളും. എല്ലാ വർഷവും നമ്മൾ ചെയ്തു വരാറുള്ള മുടപുരം തെന്നൂർക്കുളം പ്രദേശും ബ്ലോക്ക് ജംഗ്ഷനുമായിട്ടുള്ള എല്ലാവിധ ഓണാഘോഷ നബിദിന പരിപാടികളും അതിഗംഭീരമായിട്ട് നമ്മളിവിടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നബിദിനം ഒരു ദിവസത്തേക്ക് ഘോഷയാത്ര മാറ്റി വെച്ചുകൊണ്ട് സഹകരിച്ച എല്ലാ മഹത് വ്യക്തികൾക്കും നമ്മുടെ തെന്നൂർക്കുളം പ്രദേശിൻ്റെയും മുടവരം ജംഗ്ഷൻ്റെയും ബ്ലോക്ക് ജംഗ്ഷൻ്റെയും എല്ലാവിധ ആശംസകളും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പിന്നെ ഇത് നമ്മുടെ ഒരു അടിപൊളി ആഘോഷമായി നമ്മളിവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് നാട്ടുകാരും പ്രതികരിച്ചു. എല്ലാ വർഷങ്ങളിലും നടത്തി വരാറുള്ള നബിദിന ആശംസകളും ഓണാഘോഷവും കൂടെ ആയതുകൊണ്ട് ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ നബിദിന ആഘോഷങ്ങൾ ഇന്ന് സമാപിച്ചിരിക്കുന്ന ഒരിതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ വർഷങ്ങളിലും കൊടുക്കും പോലെ മുട്ടായും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഐസ്ക്രീം എല്ലാം ഉള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത വർഷം ഇതിനേക്കാൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഈശ്വരൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ ഇങ്ങനെ തന്നെ അവസാനം വരെ പോട്ടെ എന്ന് നിലനിർത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. വ്യത്യസ്തങ്ങളായിരുന്ന കലാപരിപാടികളാണ് ഇവർ സംഘടിപ്പിച്ചത്. തികച്ചും സൗഹൃദ അന്തരീക്ഷത്തിൽ നടന്ന കലാപരിപാടികളുടെ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. ഇനി അടുത്ത വർഷത്തേക്കുള്ള ആഘോഷത്തിന്റെ കാത്തിരിപ്പിലാണ്. ഇന്നലെ ജാതിമത ഭേദമന്യേ എല്ലാവരും തിരുവോണം ആഘോഷിച്ചു. അതുപോലെ തന്നെ അതിലും ശക്തമായിട്ടാണ് ഇന്നിപ്പോൾ നബിദിനം ആഘോഷിച്ചിരിക്കുന്നത്. എല്ലാ നാട്ടിലും ഒരേ കണക്കിന് പങ്കെടുത്തത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇന്നലെ നബിദിനം എല്ലായിടത്തും ഇന്നലെ ആയിരുന്നു. പക്ഷേ നമ്മൾ തിരുവോണം പ്രമാണിച്ച് എല്ലാവർക്കും അവിടെ പങ്കെടുക്കേണ്ടി വന്നുകൊണ്ട് ഇന്നാണ് നബിദിനം നമ്മൾ ആഘോഷിച്ചത്. എന്തായാലും വളരെ ഹാപ്പിയായി. അടുത്ത വർഷം എല്ലാവരും ഇതുപോലെ ഇതിനും ശക്തമായിട്ട് നമ്മൾ ആഘോഷിക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ആഘോഷങ്ങൾക്ക് ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല എന്ന് നമുക്ക് കാട്ടിത്തന്ന ഈ ചെറുപ്പക്കാരുടെ ആഘോഷങ്ങൾ വളരെ ഗംഭീരമായിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള പ്രോഗ്രാം ഇതിലും മെച്ചപ്പെട്ടതാക്കാൻ എങ്ങനെ പ്രയത്നിക്കാമെന്നുള്ള ആലോചനയിലാണ് ഈ ക്ലബ്ബ് ഭാരവാഹികൾ. ഏതായാലും ഇവരുടെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കാതെ വയ്യ. ക്യാമറമാൻ അനീഷ് മംഗലോടത്തിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.